നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം മയ്യനടുത്തുന്ന ചെറുപ്പക്കാർക്കിഷ്ടം പോത്ത് കച്ചവടം. സ്ഥിരമായി പോത്തുകളെ വാങ്ങാൻ എത്തുന്നവർക്ക് പിന്നാലെ സംഗതി ഇതെന്താണ് എന്നറിയാൻ പോയ നാട്ടുകാർ കണ്ടത് പോത്തിനെ വളർത്തുന്ന സ്ഥലം മറയാക്കി നടക്കുന്നത് വമ്പിച്ച ലഹരി കച്ചവടം. ലഹരിക്കായി വൻതോതിൽ ക്യാൻസറിന്റെ വേദന സംഹാരി ഗുളികകൾ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 2 പേർ അറസ്റ്റിലായതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. മയ്യനാട് വലിയവിള സ്വദേശികളായ സുനാമി ഫ്ളാറ്റിലെ താമസക്കാരായ അലക്സാണ്ടർ ഫ്രാൻസിസ് എന്നിവരാണ് സംഭവത്തിൽ പിടിയിലായത്. പോത്ത് വളർത്തലിന്റെ മറവിലാണ് ഇവർ ഗുളിക വിൽപ്പന നടത്തിയത്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മതിൽ കെട്ടി തിരിച്ചാണ് പോത്തുകളെ ഇവർ വളർത്തിയിരുന്നത്. സുനാമി ഫ്ളാറ്റിലെ താമസക്കാരനായ ബോംബെ അനന്തുവാണ് ഈ സ്ഥലം വാടകയ്ക്കെടുത്ത് പോത്തിനെ വളർത്തിയത്. പതിവായി വിദ്യാർത്ഥികളെ ഇവിടെ കണ്ടതോടെ നാട്ടുകാർക്ക് തോന്നിയ സംശയം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി സംഘത്തെ പിടികൂടുന്നത്. ഗുളികകളുടെ വൻ ശേഖരം തന്നെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന വീര്യം കൂടിയ വേദന സംഹാരികളാണ് ഈ സംഘം വിറ്റിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലം വാടകയ്ക്കെടുത്ത അനന്തു ഇപ്പോൾ ഒളിവിലാണ്. അതേസമയം അതികഠിനമായ വേദനകൾക്കും ക്യാൻസർ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഡൈഡോൾ എന്ന മരുന്ന് ഇപ്പോൾ വൻതോതിലാണ് ലഹരിക്കായി വിറ്റഴിക്കുന്നത്. ഈ ഗുളികകൾ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം പഞ്ഞിയിൽ മുക്കി സിറിഞ്ചിൽ നിറച്ചാണ് ലഹരിക്കായി ശരീരത്തിൽ കുത്തിവെക്കുന്നത്. പിടിയിലായ സംഘത്തിന്റെ ഫോണിലേക്ക് നിരന്തരം ആവശ്യക്കാർ വിളിച്ചുകൊണ്ടിരുന്നുവെന്നും കൂടുതൽ വിദ്യാർത്ഥികളാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വാട്സപ്പ് വഴിയും ഇവർ കച്ചവടം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഗുളിക ഒന്നിന് 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ളപ്പോൾ ഇവർ ആവശ്യക്കാരിൽ നിന്ന് ഈടാക്കിയിരുന്നത് 900 രൂപ വരെ എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. 16 വയസ്സ് മുതൽക്ക് 26 വയസ്സ് വരെക്കിടയിലുള്ളവരാണ് കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കാനായി എത്തുന്നത്. കഞ്ചാവ്, MDA, കൊക്കൈൻ, LSD, നെട്രോസാം എന്നീ പോലുള്ള ശക്തമായ മരുന്നുകളാണ് ഇന്ന് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. വേദന സംഹാരി ഗുളികകളാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ നൽകി മാത്രം നൽകേണ്ട മരുന്നുകൾ യാതൊരു നിബന്ധനയും പാലിക്കാതെ പല മെഡിക്കൽ സ്റ്റോറുകളും ഇന്ന് വിറ്റഴിക്കുകയാണ്. രോഗികളെ വേദന അറിയാതെ മയക്കിക്കിടത്താൻ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ലഹരിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വേദന അറിയാതിരിക്കാൻ കുത്തിവെക്കുന്ന മരുന്നുകൾ മുതൽ കഫ് സിറപ്പ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ക്യാൻസർ രോഗികൾക്ക് വേദന അറിയാതിരിക്കാൻ നൽകുന്ന മരുന്നുകളും നേർപ്പിച്ച് ലഹരിക്കായി ഇവർ ഉപയോഗിക്കുകയാണ്. ചില വേദന സംഹാരികൾ നാഡീവ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നതിനാൽ വേദനയും മറ്റും അറിയാനുള്ള ശേഷി പോലും ഇല്ലാതെയാകുന്നു. ടെൻഷൻ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കുള്ള മരുന്നുകളും ചിലർ ലഹരിക്കായി അമിതമായി തന്നെ ഉപയോഗിക്കുകയാണ്. വിതരണത്തിനെത്തുന്നവർക്ക് വില കുറച്ചും ഡിസ്കൗണ്ട് നിരക്കിലും സൗജന്യമായി ലഹരി നൽകി പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം മാഫിയ സംഘങ്ങൾ തയ്യാറാവുകയാണ്. താഴ്ന്ന സാമ്പത്തിക വരുമാനമുള്ള വീടുകളിൽ നിന്നെത്തുന്ന കുട്ടികളാണ് വേഗത്തിൽ ലഹരി മരുന്ന് മാഫിയയുടെ കെണിയിൽപ്പെടുന്നത്. ഇവരെ ആദ്യം ലഹരിക്ക് അടിമകളാക്കുകയും പിന്നീട് മയക്കുമരുന്നിന് പണം നൽകാൻ കഴിയാതെ വരുമ്പോൾ അവരെ മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറ്റുകയുമാണ് സംഘം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തേടേ ന്യൂസ്.